नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में यहाँ मैम साहब और उनके पति के बारे में कुछ कहा। पूजा मैम साहब के पति को देखने के लिए एक औरत आई थी। उससे संबंध घर में झगड़ा हो गया और मैम साहब की मुख सूजा हुआ है। उस समय पूजा मैम साहब सकूबाई से कहते हैं वे अपनी माम के घर में जाने के लिए चाहती है। उस समय सकूबाई कहते हैं आपका अपनी ब्यूटी पार्लर है, ब्यूटी पार्लर में पूजा मैम साहब का नाम है, आपको काम है, इसलिए आप इस घर पर रहो और अपने बच्चों को संभाल करो। സക്കുബായി അവിടെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇതാണ്. അതായത് എന്തിനാണ് ഇവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറുണ്ട്, ഈ വീട് നിങ്ങളുടെയാണ്, നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേ താമസിക്കുക, മക്കളെ നോക്കുക. അങ്ങനെ അഗ്ലേ ദിൻ उस दिन के बाद पूजा मैम साहब ने साहब को बोल दिया कि तुम्हें जो करना ही करो, मेरा ब्यूटी पार्लर, मेरे बच्चे, इसलिए वह अपने घर से नहीं जाना चाहती है. ഇവിടെ നമ്മുടെ സക്കുഭായി പൂജ മാം സാഹിബിനോട് എന്താണോ പറഞ്ഞത് അത് അവിടെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. उसके बाद हमारे साहब से बड़ा कोई लवली साहब मिल गया, पूजा मैम साहब को मिल गया. लेकिन हमारे साहब को क्रिकेट में वे ऐसा बॉल मारते हैं उसी प्रकार उसकी हालत हो गई. साहब की हालत उस प्रकार हो गया. लेकिन पूजा मैम साहब को एक लवली साहब को मिल गया. उस दिन मुझे बहुत गुस्स हुई. उस समय भगवान को भी धन्यवाद दिया. सकुबाई के पति मिस्राइन को छोड़ देते समय इतना गुस्सा भी नहीं हुई थी, लेकिन उससे अधिक गुस्सी पूजा मैम साहब के बात में हुई. അപ്പോൾ സ്വന്തം ഭർത്താവ് മിസ്രൈനെ ഉപേക്ഷിച്ച് പോന്നപ്പോൾ പോലും ഇത്രയും സന്തോഷം കിട്ടിയിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ സന്തോഷം പൂജ മാം സാഹിബിന് നല്ലൊരു ഭർത്താവിന് കിട്ടിയപ്പോൾ, സ്നേഹമുള്ളൊരു ഭർത്താവിന് കിട്ടിയപ്പോൾ നമ്മുടെ സക്കുബായിക്ക് കൂടുതൽ സന്തോഷം അപ്പോഴാണ് ഉണ്ടായെന്ന് പറയുന്നത്. ഇനി നമ്മുടെ മിസ്രൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു തമ്മിലുള്ള വ്യത്യാസം പറയാം. മിസ്രൈൻ तो मेरे आदमी को कब का छोड़ चुकी थी, എന്നോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. उसको एक शंभू नारियल वाला मिल गया. ഒരു ശംഭു നാരിയൽ വാലേനെ മിസ്രൈന് കിട്ടി. എൻ്റെ ഭർത്താവിനേക്കാളും ജ്യാദ തകട ഓർ പൈസ വാല, നല്ല കാശുള്ള ഒരാളായിരുന്നു. उसे रोज़ मुफ्त में नारियल पिलाया करता था. उस समय मैंने मिस्राइन से कहा, बहन तुझे जितने भी मुफ्त नारियल पीने हैं पी, लेकिन अपने भैया के लिए नारियल मत लाना. अपने भैया എന്ന് പറയുന്നത് നമ്മുടെ സഖുബായുടെ ഭർത്താവിനെ. अपने भैया के लिए नारियल मत लाना.
രാഖി കെട്ടി അവിടെ സഹോദരൻ എന്ന് പറയുന്നത് ഭായി ബഹനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറയണേ സഹോദരന് വേണ്ടിയിട്ട് നാളികേരൊന്നും കൊണ്ടുവരണ്ടെന്ന് പറയണേ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് യശ്വന്ത് ബി മുझे बहुत प्यार करने लगा था. സക്കുബായി के पति का नाम है യശ്വന്ത് ഖാക്ക്. നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ യശ്വന്തും മുझे बहुत प्यार करने എന്നെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി സക്കുബായിക്ക് ബേട്ടി കാ നാം ഹേ സായിലി. സായിലി എന്ന പേര് വരാനുള്ള കാരണമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സായിബാബയുടെ ദിവസമാണ് ജനിച്ചത് കൊണ്ടാണ്. സായിലി ബി ധീരെ ധീരെ ബടി ഹോനെ ലഗി. സായിലിയും അവിടെ പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ അവളും വലുതാവാനായിട്ട് തുടങ്ങി. യശ്വന്തിനെ ഉസേ ഇംഗ്ലീഷി സ്കൂൾ മേ ഡാല. യശ്വന്ത് സായിലിനെ ഒരു ഇംഗ്ലീഷ് സ്കൂളിലാണ് കൊണ്ടുപോയി ചേർത്തത്. മേരാ യശ്വന്ത് മേരെ കോ ബോൾത്താ കി തേരി ലഡ്കി കോ ഗു പഠാവുങ്ക ലുക്കാവുങ്ക. എൻ്റെ യശ്വന്ത് എന്നോട് പറയുമായിരുന്നു എന്താണ്, നിൻ്റെ മോളേനെ നന്നായി പഠിപ്പിക്കണം, നന്നായി എഴുതാൻ പഠിപ്പിക്കണം, സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. മേനെ കഹാ തൂ കായ്ക്കോ ചിന്ത കർത്താ ഹേ. അപ്പം ഞാൻ പറയും, സക്കുബ പറയാൻ ഞാൻ പറയും തൂ ക്യോം ചിന്ത കർത്താ ഹേ, എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് ചോദിക്കുകയാണ്. കായ്ക്കോ കായ്ക്കോ എന്ന് പറഞ്ഞാൽ ക്യോം. മേരെ ഹാത്ത് ബർത്തൻ മാഞ്ചത്തെ മാഞ്ചത്തെ സഡ്ജായെങ്കിൽ. എൻ്റെ കൈകളൊക്കെ പാത്രം കഴുകി ഇങ്ങനെ ഇല്ലാതെയാവും. പക്ഷെ ഇവിടെ പറയണം മാഞ്ചത്തെ ബർത്തൻ മാഞ്ചത്തെ പാത്രം കഴുകി സഡ്ജായെങ്കിൽ ചീഞ്ഞു പോകും, അല്ലെങ്കിൽ കേടുവരുമെന്ന് പറയണം. ലേക്കിൻ തെരി ലഡ്ക്കിക്കോ കബി ബർത്തൻ നഹി മാഞ്ചനെ ദൂങ്കി. പക്ഷേ നിങ്ങളുടെ മോളനെ ഞാൻ ഒരിക്കലും പാത്രം കഴുകാനായിട്ട് വിടില്ല, അനുവദിക്കില്ല. യശ്വന്തിനെ മിസ്രായിൻകോ ചോടാത്തോ പൈസ ബി തോടെ ബച്ചനെ ലഗേ ഹി. അങ്ങനെ യശ്വന്ത് മിസ്രായിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസയൊക്കെ അവർക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് കിട്ടി തുടങ്ങി. പൈസയൊക്കെ മിച്ചം വയ്ക്കാനായിട്ട് കിട്ടാൻ തുടങ്ങി. ഉസ്നെ സായിലി കേലിയെ പായലവർ കാൻ കേലിയെ ബാലി ബൻവാക്കർലി. അങ്ങനെ അദ്ദേഹം യശ്വന്ത് ഖാക്ക് സക്കുബയുടെ ഭർത്താവ് മോൾക്ക് വേണ്ടിയിട്ട് സായിലിക്ക് വേണ്ടിയിട്ട് പാദസരം അതുപോലെ തന്നെ കമ്മലൊക്കെ ഉണ്ടാക്കിച്ചു എന്ന് പറയുന്നത്. കാൻ കേലിയെ ബാലി ബൻവാക്കർതി. ഇപ്പോൾ കാലുമയ്ക്ക് പാദസരവും കാതിൽ കമ്മലൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, പണിയിപ്പിച്ചു കൊടുക്കണം. और उसने मुझे भी 3 कटोरी वाला मंगलसूत्र बनवा कर दिया. ഇനി അദ്ദേഹം എനിക്കും എന്താണ് തന്നത്? 3 കട്ടോരി വാല, 3 ലെയറുകളുള്ള മംഗൾസൂത്ര, അവിടെ താലിച്ചെയിൻ, മംഗൾസൂത്ര ബൻവാക്കർ ദിയ. അപ്പോൾ 3 ലെയറുകളുള്ള അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകൾ ഇതളുകളുള്ള ഒരു താലിമാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഗർച്ച ജോ കം ഹോഗയാതാന്ന. ചിലവൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മിസ്രൈൻ എന്നെ വേണ്ടാന്ന് വെച്ച് മിസ്രൈൻ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ തന്നെ ചിലവ് അവിടെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ മിച്ചം വെക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നു. മകളായ സായിലിക്ക് വേണ്ടിയിട്ട് പാദസരവും കമ്മലും വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മംഗല്യസൂത്രം നമ്മുടെ സക്കുബായിക്ക് 3 ലെയറുകളുള്ള 3 ഇഴകളുള്ള ഒരു താലിമാലയും പണി കഴിപ്പിച്ചു കൊടുത്തു. एक दिन गांव से खबर आई कि मेरे बाबा बहुत सीरियस है. ഒരു ദിവസം ഗ്രാമത്തിൽ നിന്ന് അറിയിപ്പ് വന്നു. എന്താണ്? മേരെ ബാബ ബഹുത്ത് സീരിയസ് ഹെ, അച്ഛന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞുള്ള അറിയിപ്പ് വന്നു. യശ്വന്ത് മേരെ കോർ സായിലി കൊ ലേക്കർ ഗാവ് പഹുഞ്ച. അങ്ങനെ യശ്വന്ത് എന്നെയും സായിലിയും കൊണ്ട് ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. ബാബ ചുപ് ചാപ് ആംഗൻ മേ ലേटे थे, देखते भी नहीं थे. मैंने कहा बाबा साइली पाँव पड़ती है. तब आग खोल कर थोड़ा देखा, घर में बासंती कहीं दिखाई नहीं दे रही थी. അപ്പോൾ അച്ഛന് സീരിയസ് ആണെന്നുള്ള ഒരു മെസ്സേജ് കിട്ടി കഴിഞ്ഞപ്പോൾ യശ്വന്ത് സക്കുബായിയും സായിലിയും കൊണ്ട് ഗ്രാമത്തിലേക്ക് എത്താണ്. അവിടെ വന്നപ്പോൾ ബാബ ചുപ് ചാപ് ആംഗൻ മേ ലേटे थे. അച്ഛൻ ഒന്നും മിണ്ടാതെ മുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ദേഖ്തേ ബി നഹീ थे, നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. മേനെ കഹ ബാബ സായിലി പാവ് പടുത്തി ഹേ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ദേ സായിലി വന്ന് കാലിൽ പിടിച്ച് നമസ്കരിക്കുന്നുണ്ട്. തബ് ആഗ് ഗോൽക്കർ തോടാതേക്കാം. അപ്പോൾ സായിലിനെയും കൊണ്ടുവന്ന് സായിലി ഉണ്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം കണ്ണൊന്ന് തുറന്നു നോക്കി. ഗർമയും വാസന്തി കഹീന്തിക്കായി നഹീന്തി രഹീത്തി. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വാസന്തിയെ കാണുന്നില്ല. അച്ഛൻ മുറ്റത്ത് കിടക്കുന്നുണ്ട്,
പക്ഷേ വാസന്തി അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. और मैंने माम से पूछा तो इशारे से चुप रहने को कहा. അപ്പോൾ വാസന്തിയെ കാണാതെ കഴിയുമ്പോൾ വാസന്തിക്ക് ബാരമേ പൂछते समय സക്കുബായി വാസന്തിയെക്കുറിച്ച് ചോദിച്ച സമയത്ത് മാമിനെ ഇഷാരെ സേ ചുപ് രഹ്നെ കഹ, അമ്മ ആംഗ്യം കൊണ്ട് മിണ്ടാതിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. बाद में धीरे से रसोई में ले जाकर बताया कि वासंती अहमद रिक्शा वाले के साथ भाग गई है. പിന്നീട് പതുക്കെ രസോമി ലേ ജാക്കർ ബത്തായ, അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് പറയുകയാണ്, വാസന്തി അഹമ്മദ് റിക്ഷ വാലയ്ക്ക് സാത്ത്, അഹമ്മദ് എന്ന് പറയുന്നൊരു റിക്ഷക്കാരനുണ്ടായിരുന്നു, അയാളുടെ കൂടെ ഭാഗയി ഓടിപ്പോയി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, സംശയം പറഞ്ഞിരുന്നു, അതായത് നമ്മൾ സക്കൂബായേക്കാളും ശരീരം കൊണ്ടും എല്ലാം വാസന്തിയായിരുന്നു, അതായത് വിവാഹം കഴിച്ചു കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട്, അഹമ്മദ് എന്ന് പേരായ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് കുറച്ച് അടുപ്പത്തിലാണെന്നുള്ള സംശയം ബാബയ്ക്ക് ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അവസാനം എന്താ ഉണ്ടായത്, ഇവിടെ വാസന്തി ഉണ്ടായിരുന്നില്ല, വാസന്തി ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഓടിപ്പോയി. ലേക്കിൻ ബാബാക്കോ ഈ ബാത്ത് ബതാനെ കെ ലിയെ മനാ കിയ. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറയാനായിട്ട് സമ്മതിച്ചില്ല, അതിന് തടയുകയാണ് ചെയ്യുന്നത്, പറയണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു. നഹീൻ തോ ഉൻകി തബീയത്ത് ഓർ ബിഗഡ് ജായകി. ഇപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആരോഗ്യം ഒന്നുകൂടി മോശമായിത്തീരും. അതുകൊണ്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പറയുന്നത് തടയാണ് ചെയ്യുന്നത്. നഹീൻ തോ ഉൻകി തബീയത്ത് ഓർ ബിഗഡ് ജായി. തബീയത്ത് എന്ന ആരോഗ്യം. യശ്വന്തിനെ കഹാ കി സുബ ബാബാ കോ ലേക്കർ ബംബൈ ജായേങ്ക. ഇപ്പോൾ യശ്വന്ത് പറഞ്ഞു, സക്കുബയുടെ ഭർത്താവ് യശ്വന്ത് കാക്ക് പറയണേ, രാവിലെ തന്നെ നമുക്ക് അച്ഛനെയും കൊണ്ട് എവിടെ പോകാം, ബോംബെയിലേക്ക് പോകാമെന്ന് പറയണം. ആർ വഹാൻ കിസി ബഡേ ഹോസ്പിറ്റൽ മേ ദിഖായെങ്കിൽ. ഇപ്പോൾ ബോംബെ പോയിട്ട് അവിടെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റൽ നമുക്ക് അച്ഛനെ കാണിക്കാമെന്ന് പറയണം. ആർ വഹാൻ കിസി ബഡേ ഹോസ്പിറ്റൽ മേ ദിഖായെങ്കിൽ ലേക്കിൻ സുബഹ ജബ് തയ്യാരി शुरू हुई तो माम ने देखा कि बाबा चुपचाप लेटे हैं, हिलते डुलते भी नहीं. അങ്ങനെ തീരുമാനിച്ചു, ബോംബെയിൽ വലിയ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാണിക്കാൻ രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്താണ്. ലേക്കിൻ സുബഹ ജബ് തയ്യാരി ശുരു ഹുയി, രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ആരംഭിച്ചു. ആ സമയത്ത് മാമിനെ ദേഖ, അമ്മ നോക്കിയപ്പോൾ ബാബ ചുപ് ലേട്ടെ ഹേ, അച്ഛൻ മിണ്ടാതെ കിടക്കുകയാണ്. ഹിൽത്തെ ഡുൽത്തെ ബി നഹി, അതായത് ഇളകുന്നു പോലുമില്ല. മാമിനെ മുझे ബുലായ, അമ്മ എന്നെ വിളിച്ചു. മാം ബോലി, ഏ തുക്കാറാം തുക്കാറാം, ഏ സഖിയ ദേഖ് തേരാ ബാബ കുച്ച് ബോൾത്താ ഹി നഹി ഹേ. അപ്പോൾ നമ്മൾ അമ്മ, സക്കുബായുടെ അമ്മ വിളിച്ച് പറയണ, സക്കുബായിനെ വിളിച്ച് പറഞ്ഞു, ഹേ തുക്കാറാം തുക്കാറാം തുക്കാറാം. നമ്മൾ ലക്ഷ്മിബായി തുക്കാറാം ചാമടെ എന്നാണ് സക്കുവിൻ്റെ അമ്മയുടെ പേര്, തുക്കാറാം എന്നുള്ളതാണ് അച്ഛൻ്റെ പേര്, തുക്കാറാം ചാമടെ. അപ്പോൾ ഇവിടെ തുക്കാറാം തുക്കാറാം എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ഇളകുന്നില്ല, മിണ്ടുന്നില്ല. ഏ സഖിയ ദേഖ്, ദേ സഖിയ നോക്ക്, തേര ബാബ കുച്ച് ബോൾത്താ ഹി നഹി ഹേ, നിൻ്റെ അച്ഛനൊന്നും മിണ്ടുന്നില്ല. മേനെ പാസ് ജാക്കർ ദേഖ ബാബ ബാബ, മേര ബാബ ജാ ചുകാത്ത. ഞാൻ അടുത്തുനിന്ന് നോക്കി, അച്ഛനെ നോക്കി, അച്ഛനെ വിളിച്ചു, പക്ഷെ അച്ഛൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാരാ ജീവൻ ദുഃഖ് ഉടാത്തെ ഉടാത്തെ അബ് ശരീറിനെ ദക്കർ സാത്ത് ചോട് ദിയാത. അപ്പോൾ സാരാ ജീവൻ ദുഃഖ്, ജീവിതത്തിലെ എല്ലാ ദുഃഖത്തെയും മാറ്റിക്കൊണ്ട്, അതിനെല്ലാം മറികടന്നുകൊണ്ട്, അപ്പോൾ ശരീറിനെ ദക്കർ, ഇപ്പോൾ ശരീരം വളരെ ക്ഷീണിച്ച് സാത്ത് ചോട് ദിയാത്ത, കൂടെ ഉപേക്ഷിച്ച് പോയി, അതായത് ശരീരം ഉപേക്ഷിച്ച് പോയി, അതായത് ബാബ അവിടെ മരിച്ചുപോയി. 3 दिन तक हम लोग बहुत रोए पीटे. അങ്ങനെ 3 ദിവസത്തോളം ഞങ്ങളെല്ലാവരും കരഞ്ഞ് അവിടെ ഇരുന്നു. फिर क्योंकि आई गाँव में अकेली रह जाती. പിന്നീട് ഇവർ പോവുകയാണെങ്കിൽ എന്താണ്, ഗ്രാമത്തിലെ നമ്മുടെ സക്കുബായുടെ അമ്മ അവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വരും. അകേലി രह जाती. इसलिए मैं और यशवंत आई को लेकर बम्बई आ गए. അതുകൊണ്ട് ഞാനും യശ്വന്തും അമ്മേനെയും കൊണ്ട് ബോംബെയിലേക്ക് പോയി. കുച്ച് ദിൻ ആയി ഹമാരെ സാത്ത് കോലി മേ രഹി. കുറച്ച് ദിവസം അമ്മ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂമിലാണ്, വീട്ടിലാണ് താമസിച്ചത്. ഫിർ അലഗ് കോലി ലേലി, പിന്നീട് വേറെ ഒരു മുറി എടുത്തു. കോലി എന്ന് പറഞ്ഞാൽ ഒറ്റ മുറി, ഒരു വീട്, അതായത് ചെറിയ ബോംബെയിലാണ് ഒറ്റമുറി വീടൊക്കെയാണ്. അപ്പോൾ ഫിർ അലഗ് കോലി ലേലി, പിന്നീട് വീണ്ടും ഒരു റൂം എടുത്തു.
നിതിൻ ആയിക്ക് സാത്ത് രഹനെ ലഗ. നിതിൻ അമ്മയുടെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നിതിനും ബോംബെയിൽ ഉണ്ടാവും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം അമ്മ സക്കുബായുടെ കൂടെ നിന്ന് പിന്നീട് അവർക്ക് വേറെ മുറി എടുത്ത് നിതിനോടെ അമ്മയുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. ആയി ഫിർ സേ കാം കർനെ ലഗി. വീണ്ടും നമ്മുടെ സക്കുബായുടെ അമ്മ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. ലക്ഷ്മി ബായി തുക്കാറാം ജാമഡെ ഫിർ സേ കാം പർ ലഗ് ഗയി. അങ്ങനെ ലക്ഷ്മി ബായി തുക്കാറാം ജാമഡെ വീണ്ടും ജോലിക്കായിട്ട് പോവാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇവിടെ അച്ഛൻ്റെ മരണം അവിടെ സംഭവിച്ചു. അമ്മ ഗ്രാമത്തിൽ ഒറ്റയ്ക്കാവും. വാസന്തി ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്കാവില്ല. പക്ഷേ വാസന്തി അതിന് മുൻപ് തന്നെ ഒളിച്ചോടിപ്പോയി. അങ്ങനെ അമ്മേനെയും കൊണ്ട് സക്കുബായി ബോംബെയിലേക്ക് എത്തിച്ചേരുന്നു. വീണ്ടും വേറെ റൂം എടുത്തു കൊടുക്കുന്നു. നിതിനും കൂടെ താമസിക്കുന്നു. പഴയ പോലെ തന്നെ സക്കുബായുടെ അമ്മ വീണ്ടും വീട്ടുപണിക്കായിട്ട് ഇറങ്ങുകയാണ്. इसी बीच कभी कभी वासंती की उठती खबर आती है कि वो नासिक में है. ഇതിനിടയിൽ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാസന്തിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അവൾ നാസിക്കിലുണ്ടെന്നുള്ള വാർത്ത. एक बार गत भी आया कि उसको पैसों की ज़रूरत है. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ലെറ്റർ വന്നു. ലെറ്ററിൽ ഇതാണ് മാറ്റർ. ഉസ്കോ പൈസയ്ക്ക് ज़रूरत है. അവൾക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ വന്നു. मैंने यशवंत को झूठ बोला कि मैं शिरडी जाती. അങ്ങനെ ഞാൻ യശ്വന്തിനോട് പറഞ്ഞില്ല. യശ്വന്തിനോട് നുണ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? മേ ഷിർഡി ജാത്തി. ഞാൻ ആശ്രമത്തിലേക്ക് പോവാണ്, സായിബാബയുടെ ആശ്രമത്തിലേക്ക് പോകാമെന്ന് നുണ പറഞ്ഞു. അപ്പോൾ വാസന്തിയുടെ ലെറ്റർ പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ലെറ്റർ വരെക്കാരനാണ്. നുണ പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ പോകുന്നത്. കുച്ച് പൈസ ലേക്കർ വഹാൻ കൈ. അങ്ങനെ ലെറ്റർ വന്നപ്പോൾ പൈസയുമായിട്ട് അവൾ പോവാണ്. तो पता चला कि വാസന്തി കിസി ബംഗാളി കെ സാത്ത് കൽക്കത്ത ഭാഗി. അപ്പോൾ നാസിക്കിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നാസിക്കിലേക്ക് ചെല്ലുന്നത്. പൈസയുമായിട്ട് ചെല്ലുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു വാസന്തി വേറെ ഏതോ ഒരു ബംഗാളിയുടെ കൂടെ കൽക്കത്തയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. ഫിർ കിസിനെ ബത്തായക്ക് ഓ യഹി ബംബൈ മേ ഹി ഹെ. പിന്നെ വീണ്ടും ആരോ പറഞ്ഞു അവളെ ബോംബെയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളെ കാണാനായിട്ട് പോവുകയാണ്. പൈസയുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ്. അഹമ്മദ് റിക്ഷാവാലയുടെ കൂടെയാണ് ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോകുന്നത്. നാസിക്കിലുണ്ടെന്ന് പറഞ്ഞു. നാസിക്കിൽ പൈസയുടെ ആവശ്യം പറഞ്ഞ് അവിടെ പൈസയും കൊണ്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരോ പറയാനായിട്ട് കിസി ബംഗാളി കെ സാത്ത് വാസന്തി കൽക്കത്ത ഭാഗി. ഏതോ ബംഗാളിയുടെ കൂടെ അവൾ കൽക്കത്തയിലേക്ക് ഓടിപ്പോയി എന്നാണ്. ഫിർ കിസിനെയും ബത്തായി. വീണ്ടും ആരോ പറഞ്ഞു എന്താണ്? വാസന്തി യഹി ബംബൈ മേ ഹി ഹെ. വാസന്തി ബോംബെയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. लेकिन मुझे विश्वास नहीं हुआ कि अगर वो बम्बई में होती तो क्या वो मुझसे और आई से मिलने नहीं जाती. लेकिन मुझे विश्वास नहीं था. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അവൾ ബോംബെയിലുണ്ടായിരുന്നെങ്കിൽ അഗർ വോ ബോംബൈ മേ ഹോത്തി തോ, അവൾ ബോംബെയിലുണ്ടായിരുന്നെങ്കിൽ വോ മുജ്സെ അവർ ആയി സെ മിൽനെ നഹി ആത്തി. അവൾ എന്തുകൊണ്ടാണ് എന്നെയും അമ്മയും കാണാനായിട്ട് വരാത്തത്? ബോംബെയിലുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെയും അമ്മയും കാണാനായിട്ട് വരുമായിരുന്നു എന്നാണ് സക്കുബായ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ബോംബെയിലുണ്ടെന്ന് പറയുന്നത് സക്കുബായ്ക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല. एक दिन मैं रात को खाना बना रही थी. ഇങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യശ്വന്ത് സായിലിക്കോ പഠാ രഹാ താ. യശ്വന്ത് സായിലിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മേരെക്കോ മാലൂം നഹീ. കാരണം സക്കുബായ്ക്ക് വിദ്യാഭ്യാസം ഇല്ല. അമ്മ പഠിപ്പിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കാൻ വിട്ടില്ല. നിതിനെ മാത്രമാണ് പഠിപ്പിക്കാൻ വിട്ടത്. വാസന്തിനി ശകുന്തള നമ്മുടെ സക്കുവിനെ പഠിപ്പിക്കാൻ വിട്ടില്ല. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കറിയില്ല. അപ്പോൾ സായിലിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സക്കുബായുടെ ഹസ്ബൻഡായിട്ടുള്ള യശ്വന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മേരെക്കോ മാലു നഹി കി അച്ചാനക്ക് ലൈറ്റ് ചലി ഗയി. പെട്ടെന്ന് ലൈറ്റ് പോയി. और एक हवलदार हमारे दरवाजे पर डंडा मारकर बोला यशवंत काग, यशवंत काग. അങ്ങനെ പെട്ടെന്ന് ലൈറ്റൊക്കെ പോയി. ആ സമയത്ത് ഒരു ഹവൽദാർ വന്നിട്ട്, ഒരു പോലീസുകാരൻ വന്നിട്ട് ഹമാരെ ദർവാസയപ്പോൾ ഞങ്ങളുടെ വാതിലിൻ്റെ മുകളിൽ ഡണ്ടാ മാർക്കർ പോലെ വടി കൊണ്ടടിച്ചിട്ട് പറയാണ് യശ്വന്ത് കാ, യശ്വന്ത് കാ. യശ്വന്ത് കാക്കിനെ വിളിക്കണം. മേര ആദ്മി ഉട്കർ ബാഹറാകായ. എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. പോലീസ് കോ ദേക്കർ ഹാ സാഹേബ്. യശ്വന്ത് കാക്കിനെ വിളിച്ചു. അങ്ങനെ യശ്വന്ത് കാക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. പോലീസിനോട് ഹാ സാഹേബ് എന്ന് പറയാം. സാർ എന്താണ് ചോദിക്കണം.
पुलिस वाले ने कहा तेरी औरत का नाम शकुंतला है. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, ഹവിൽദാർ അല്ലെ പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയുടെ പേര് ശകുന്തള എന്നാണോ? ഹാ സാഹബ് പർ ക്യാ ഹുവാ? അതെ സാർ, പിന്നെ എന്താണ് ഉണ്ടായേ ചോദിക്കണം. मैं भी उसके पीछे दरवाजे पर खड़ी हो गई. वो मुझे देखकर बोला ये है. मैं भी സക്കുബായി भी उसके पीछे दरवाजे पर खड़ी हो गई. അപ്പോൾ യശ്വന്ത് കാക്കൻ്റെ പിന്നിൽ നമ്മൾ സക്കുബായി പോയി നിൽക്കുകയാണ്. वो मुझे देखकर बोला. അപ്പോൾ പോലീസ് വാല മുझे देखकर बोला ये है. പോലീസുകാർ എന്നെ കണ്ടപ്പോൾ ഇതാണോ ചോദിക്കണം. मेरे आदमी बोला हाँ साहब पर क्या हुआ? पर हुआ क्या? അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു അതെ, എന്തുണ്ടായി ചോദിക്കണം. पर क्या हुआ? എന്തുണ്ടായി ചോദിക്കണം. होना क्या है? എന്തുണ്ടാവാനാ? तुम लोग साले सुधरने वाले नहीं क्या? നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊന്നുമില്ല, എന്തുണ്ടാവാനാ? फिर मुझसे बोला ए तेरी बहन का नाम वासंती है. പിന്നീട് ആ പോലീസുകാരൻ എന്നോട് ചോദിച്ചു, तेरी बहन का नाम वासंती है, നിൻ്റെ സഹോദരിയുടെ പേര് വാസന്തി എന്നാണോ? मैंने कहा हाँ साहब पर हुआ क्या? അപ്പം ഞാൻ പറഞ്ഞു അതെ സാർ എന്ന് പറഞ്ഞു. എന്തുണ്ടായി എന്ന് വീണ്ടും ചോദിക്കുകയാണ്. पुलिस वाला बोला तेरी बहन ने सुइसाइड कर लिया ही, ആത്മഹത്യ. അപ്പോൾ ആ പോലീസുകാരൻ പറയണേ നിൻ്റെ സഹോദരി വാസന്തി സൂയിസൈഡ് ചെയ്തു എന്ന് പറയണം, ആത്മഹത്യ ചെയ്തു എന്ന് പറയണേ. ഉദർ കമാട്ടിപുരാമേ ദന്താ കർത്തേത്തി. കമാട്ടിപുരയിലാണ് ജോലി ചെയ്തിരുന്നത്. അവളവിടെ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം അറിയിക്കാനാണ് പോലീസുകാരൻ അവരുടെ വീട്ടിലേക്ക് വന്നത്. ഉസ്കെ ബക്സെ മേം സേ യേ പുരാന അഡ്രസ് മില. അപ്പോൾ അവളുടെ പെട്ടിയിൽ നിന്ന് ഈ പഴയ അഡ്രസ്സ് കിട്ടി. 3 दिन से ढूंढ कर साला गोपड़ी फिर गया. 3 ദിവസമായിട്ട് ढूंढ कर അന്വേഷിച്ച് സാല ഗോപ്പടി ഫിർ ഗയ, ആകെ തല തിരിഞ്ഞു പോയി എന്ന് പറയണം. സാല ഗോപ്പടി ഫിർ ഗയ, ആകെ തല തിരിഞ്ഞ അവസ്ഥയിൽ 3 ദിവസമായിട്ട് ഈ പെട്ടിയിൽ നിന്ന് കിട്ടിയ അഡ്രസ്സായിട്ട് അന്വേഷണം തുടങ്ങിയതാണ്. അരേ ചലോ ചലോ ഉദർ കൂപ്പർ അസ്പതാൽ മേ ഉസ്കി പഹചാൻ കർലോ. പറയണേ എന്താ പറയുന്നത്, ഉദർ ചലോ നമുക്കവിടെ പോകാം, കൂപ്പർ അസ്പതാൽ മേ, എവിടെയാണ്? കൂപ്പർ ഹോസ്പിറ്റലിലാണ്. ഉസ്കി പഹചാൻ കർലോ, അവളെ തിരിച്ചറിയണം. ഇപ്പോൾ ബോഡി കിടക്കുന്നത് കൂപ്പർ ഹോസ്പിറ്റലിലാണ്, അവിടെ പോയിട്ട് ബോഡി തിരിച്ചറിയണം, വാസന്തിയുടെ ബോഡിയാണോ എന്നുള്ളത് തിരിച്ചറിയണം. लावारिस लाश समझकर जला देंगे तो बाद में बोलेंगे कि पुलिस ने हमारे साथ अन्याय किया. ലാവാരിസ് ലാവാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഥനില്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദികൾ ആരും ഇല്ലാത്ത, ഏറ്റെടുക്കാനായിട്ട് ആളില്ലാത്ത അനാഥമായിട്ടുള്ള, ലാഷ് സമജ്കർ അനാഥ ശവം അല്ലെങ്കിൽ നാഥനില്ലാത്ത ഡെഡ് ബോഡിയാണ്, അനാഥ ഡെഡ് ബോഡി എന്ന് മനസ്സിലാക്കിയിട്ട് ജലാ ദേങ്കേത്തോ അത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ബാദ് മേ ബോലോകെ പിന്നീട് നിങ്ങൾ പറയും പോലീസിനെ ഹമാരെ സാത്ത് അന്യായ കിയ, പോലീസുകാർ ഞങ്ങളുടെ അടുത്ത് അനീതി കാണിച്ചു, അന്യായം കാണിച്ചു എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വാസന്തിക്ക് ലാഷ് കോ പഹചാൻ കർലോ, വാസന്തിയുടെ ഡെഡ് ബോഡി തിരിച്ചറിയണം. മേം അന്തർ ഗയി സ്റ്റൗ ബന്ദ് കിയ. ഇത് കേട്ടപ്പോൾ ഞാൻ അകത്ത് പോയി സ്റ്റൗവ് ഓഫ് ചെയ്തു. ബാലോ പർ ഐസേ ഹി ഹാത്ത് ഫേര, മുടി ചീകുന്നില്ല, കൈകൊണ്ടൊന്ന് മുടിയൊന്ന് നേരെയാക്കി തൈലൗടായ സഞ്ചി എടുത്തു. പടോസ് കി മൗസിക്കോ ആവാസ് ദി, അടുത്ത വീട്ടിലെ നൈബർ, പടോസ് എന്ന് പറഞ്ഞാൽ നൈബർ. അപ്പോൾ അടുത്ത വീട്ടിലെ സഹോദരിയെ വിളിച്ച് പറഞ്ഞു. സായിലി കോസ്കെ ഗർപ്പെ ബിട്ടായ, സായിലിയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി. അവർ അപ്പനെ ആദ്യമേ കൊലേക്കർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അങ്ങനെ ഭർത്താവിനെ കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ജബ് മേ യശ്വന്ത് को लेकर पुलिस स्टेशन पहुंची तो वहाँ के बड़े साहब ने हवलदार को डांटा. അങ്ങനെ ഞാൻ യശ്വന്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടുത്തെ ഓഫീസർ ബഡേ സാഹബിനെ, പോലീസ് ഓഫീസർ ഹവൽദാർ കോ ഡാണ്ട, ആ പോലീസുകാരൻ്റെ അടുത്ത്
പോലീസുകാരനെ വഴക്ക് പറയണം. ഡാണ്ട എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക ശകാരിക്കുക. ദാന്ത് കുരേത്തെ ഹുയേ പുൽസിയ ലഹജമേ, എന്താ പറയുക, ദാന്ത് കുരേത്തെ അതായത് പല്ല് കടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പല്ല് കടിച്ചുകൊണ്ട്, പുൽസിയ ലഹജമേ, പുൽസിയ എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ഭാവത്തിൽ, ലഹജ എന്ന് പറഞ്ഞാൽ ഭാവത്തിൽ, പോലീസുകാരുടെ ഭാവത്തിൽ. അവിടെ ഈ വലിയ ഉയർന്ന പോലീസുകാരൻ SI ആയിരിക്കും, അദ്ദേഹം ഈ കോൺസ്റ്റബിളിനെ വഴക്ക് പറയണം. ഇസ്കി മാം കഹാം ഹേ, ഇസ്കി മാം കോ സാത്ത് നഹീ ലായ. അങ്ങനെ പോലീസുകാരനെ വിളിച്ച് ചീത്ത പറയണ ഇയാൾ എന്താണ് പറയുന്നത്, ഇസ്കി മാം കഹാം ഹേ, ഇവരുടെ അമ്മ എവിടെയാണ്. ഇസ്കി മാം കോ സാത്ത് നഹീ ലായ, എൻ്റെ അമ്മേനെ എന്തേ കൂടെ കൊണ്ടുവരാൻ ചോദിക്കുകയാണ്. हवलदार बोला, साहब उसकी पेटी में जो एड्रेस मिला वहाँ पर गए तो वहाँ हम लोग बोले इधर से ये लोग बहुत पहले ही जा चुके हैं, ये नया वाला एड्रेस उनको पता नहीं था. साहब कैसे ढूंढते ढूंढते. അപ്പോൾ നമ്മുടെ ഹവൽദാർ കോൺസ്റ്റബിൾ പറയണ, പോലീസുകാരൻ പറയണ, സാഹബ് ഉസ്കി പെട്ടി മേ ജോ അഡ്രസ് മില, അവരുടെ പെട്ടിയിൽ നിന്ന് ഏത് അഡ്രസ്സാണ് കിട്ടിയത്, വഹാം പർ ഗയേ, അവിടെ പോയപ്പോൾ വഹാം ലോഗ് പോലെ, അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇധർ സേ യേ ലോഗ് ബഹുത്ത് പഹ്ലെ ഹി ജാ ചുകേ ഹേ. അപ്പോൾ പെട്ടിയിൽ നിന്ന് കിട്ടിയ വാസന്തി മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പെട്ടി തുറന്നപ്പോൾ കിട്ടിയ അഡ്രസ്സിൽ ഇയാൾ അന്വേഷിച്ച് ചെന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് അന്വേഷണം തുടങ്ങിയിട്ട് അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു അവരവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു, അവിടെ താമസമില്ല, അവർ താമസം മാറ്റി വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ നയാവാല അഡ്രസ്സ് ഉनको പത്താ നഹീ താ, പുതിയ അഡ്രസ്സൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് അറിയണ്ടായിരുന്നില്ല. സാഹബ് കൈസേ ഡൂണ്ടത്തെ, അതെങ്ങനെ അന്വേഷിച്ച് പോകാനാണ്. അപ്പോൾ അമ്മ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ആദ്യത്തെ അഡ്രസ്സിൽ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ അഡ്രസ്സിലേക്ക് അന്വേഷിച്ച് പോയി. പക്ഷേ അവിടുത്തെ ആളുകൾ പറഞ്ഞ് അവരവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു, അവരവിടെ താമസം ഉണ്ടായിരുന്നില്ല, പക്ഷേ പുതിയ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അന്വേഷിച്ചാണ് സക്കുബയുടെ വീട്ടിലേക്ക് അവർ എത്തുന്നത്. बड़े साहब ने मेरे से पूछा, माम कहाँ है तेरी. അങ്ങനെ ഈ ഓഫീസർ ചോദിക്കണം, നിൻ്റെ അമ്മ എവിടെയാണ് ചോദിക്കുകയാണ്. മീൻ ബോലിയും കി ഗോലി മേരെ പാസ് ഹി ഹേ സാഹബ്, അവരുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറയണം. സാഹബ് പോലെ മാം കോ ബത്താക്കെ നഹിയായി, അമ്മയോട് പറയാതെയാണോ വന്നത്. മീൻ ബോലി ക്യാ ബത്താത്തി സാഹബ്, ഓൺ സുൻതേ ഹി ബേഹോഷ് ഹോ ഗയി. എന്ത് പറയണ സാറേ, കേട്ടതും അമ്മ ബോധം കെട്ട് വീണു എന്ന് പറയണ. अरे बेहोश हो गई, मर तो नहीं हुई. साहब बहुत गुस्सा हो गए और मेरे आदमी पर भड़क गए. അപ്പോൾ ആ സാറ് ചോദിക്കുകയാണ്, ബേഹോഷ് ഹോ ഗയി, ബോധം പോവല്ലേ ചെയ്തിട്ടുള്ളൂ, മർത്തോ നഹി ഗയി, മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. സാഹബ് ബഹുത്ത് ഗുസ്സ ഹോ ഗയേ, പോലീസ് ഓഫീസർക്ക് വളരെ ദേഷ്യം വന്നു. മേരെ ആദമി പർ ഭടക്കുകയെ, എൻ്റെ ഭർത്താവിനോട് അവിടെ ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ വാസന്തിയെക്കുറിച്ച് അന്വേഷിച്ച് പോയിട്ടും വിവരം കിട്ടാതെ വന്നപ്പോഴാണ് വാസന്തി പിന്നീട് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ വീട്ടിൽ വരുന്നു. ആ ബോഡി തിരിച്ചറിയാനായിട്ട് സക്കുബായി യശ്വന്ത് ഖാഹുമായി പോവുകയാണ്. പക്ഷേ അമ്മയെ കൊണ്ടുവരാതെ പറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഓഫീസർ തിരിച്ചിഞ്ഞ് യശ്വന്ത് ഖാക്ക് പോയിട്ട് അമ്മയെ കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഓക്കെ, താങ്ക് യു.